നിങ്ങൾ ബാക്കിയുള്ളവരെ പേടിച്ചിട്ട് ഒന്നും ചെയ്യാതെ ഒരു മൂലയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി പോകുന്ന ആൾക്കാരാണോ? അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കിപ്പോഴുള്ള പ്രായം, അതുപോലെ സമയം, ഇതൊക്കെ ടപ്പേന്ന് പറയുമ്പോഴേക്ക് ഓടിപ്പോകുന്ന സാധനമാണ്. ഇതൊന്നും ഒരിക്കലും സ്റ്റില്ലായിട്ട് നിൽക്കത്തില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ ആഗ്രഹമുള്ളത് ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യാം. ചിലപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് കളിയാക്കുമായിരിക്കും. ഓ എന്താടാ, എന്ത് ബോറനാടാ നീ, അയ്യേ എന്തൊക്കെ പറഞ്ഞാൽ ചിലപ്പം കളിയാക്കുമായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരതുമായിട്ട് അഡാപ്റ്റഡ് ആവും. ആദ്യമൊക്കെ അവർ ഭയങ്കര വെറുപ്പിക്കലാവും. പിന്നെ അവരതുമായിട്ട് അങ്ങ് അഡാപ്റ്റ് ആവും. പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ഓർക്കാൻ പോലും ചാൻസ് ഇല്ല. മേ ബി ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ അവർ കാണാനും ഒരു ചാൻസും ഇല്ല. അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങോട്ട് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കളിയാക്കുമായിരിക്കും. കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഇന്ന് നിങ്ങളെയാവും കളിയാക്കുന്നത്, നാളെ വേറെ ആരെങ്കിലും ആവും, മറ്റന്നാൾ വേറെ ആരെങ്കിലും ആവും. സോ അതിലൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം, എവിടെയാണോ പോകാൻ ആഗ്രഹം, എന്തായി തീരാനാണോ ആഗ്രഹം, നിങ്ങളതങ്ങോട്ട് ആവുക. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ കളിയായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ കൂടെ നടക്കുന്ന ആൾക്കാരാവും. ഈ ഹെയ്റ്റ് എപ്പോഴും വരുന്നത് കൂടെ നടക്കുന്ന ആൾക്കാരെന്നാണ്. അതുപോലെ ഹെയ്റ്റ് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാളും താഴെ നിൽക്കുന്ന ആൾക്കാർ. ഒരിക്കലും നിങ്ങളെക്കാളും മുകളിൽ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും വന്നിട്ട് നിങ്ങളെ കളിയാക്കാൻ നിൽക്കില്ല. കാര്യം അവർക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ കഷ്ടപ്പാട്. നിങ്ങളെന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്നിട്ട് ചിലപ്പം കളിയാക്കും, പുച്ഛിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങളിതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇവർ ഈ പുച്ഛിച്ചതും കളിയാക്കിയതൊക്കെ അവർ ഒരു 2-3 മിനിറ്റിന് ജസ്റ്റ് ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് മാത്രമേ അവരെടുക്കത്തുള്ളൂ. അതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെ 10 മിനിറ്റ് കഴിയുമ്പോൾ അവരത് മറക്കും. പക്ഷെ നിങ്ങളാണ് വീണ്ടും അത് ഓർത്തിട്ട് ഇൻസെക്യൂരിറ്റീസ് ക്രിയേറ്റ് ചെയ്തത്. മറ്റുള്ളവരെ പേടിച്ചിട്ട് ഒന്നും ചെയ്യാതെ നമ്മളിങ്ങനെ നമ്മുടെ സമയം മാത്രം വേസ്റ്റ് ചെയ്യാണ്. ഒരു ഏജ് കഴിയുന്ന സമയത്ത് നിങ്ങളത് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഒരുപാട് വർഷം കഴിയുന്ന സമയത്ത് നിങ്ങളത് മനസ്സിലാക്കും. ഓ അന്ന് ഞാനത് ചെയ്താൽ മതിയായിരുന്നു, ഓ ഇന്ന് ഞാനത് ചെയ്താൽ മതിയായിരുന്നു, ഓ അന്നങ്ങനെ ഞാൻ ചെയ്തതിനെ ഇന്ന് ഇവിടെ എത്തിയേനെ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ തോന്നൽ വരാതിരിക്കാൻ, ഒരു റിഗ്രറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം നിങ്ങളത് ചെയ്യാം. കാരണം മറ്റുള്ളവർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അധികകാലം ഓർത്തിരിക്കത്തില്ല. എല്ലാവരും മരിച്ചു പോകും. ഒരു 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ജീവനോട് കാണത്തില്ല. നമ്മൾ അപ്രോക്സിമേറ്റ്ലി പോയാൽ ഒരു മനുഷ്യൻ 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് നമുക്ക് കണക്കൂട്ടാം. ഏറിപ്പോയാൽ ഒരു 80 വയസ്സ്, ചിലപ്പം അതിലും ഭാഗ്യമുള്ളവർ ചിലപ്പോൾ ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കും. പോട്ടെ, ഏറിപ്പോയാൽ ഒരു 110. അത് കഴിഞ്ഞാൽ നിങ്ങളെ ആൾക്കാർ മറക്കാൻ തുടങ്ങും. എന്താണോ ചെയ്യാൻ ആഗ്രഹം നിങ്ങളത് ചെയ്യുക. എന്താണോ ബാക്കിയുള്ളവർ നിങ്ങളെ കളിയാക്കുന്ന കാര്യം നിങ്ങളത് വീണ്ടും ചെയ്യുക. കാര്യം നിങ്ങളൊരു 10 ദിവസം അത് ചെയ്തോ, 11ാമത്തെ ദിവസം അവർ തന്നെ മിണ്ടാതിരുന്നോളും. അത് കഴിഞ്ഞ് 12ാമത്തെ ദിവസം ആകുമ്പം അവർ നിങ്ങളെ കോപ്പി അടിക്കാനും തുടങ്ങും. സോ നിങ്ങളൊരിക്കലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം അതിപ്പോൾ തന്നെ ചെയ്യാം. പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യാം. പിന്നെ എനിക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആ എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ എടുക്കാം. നിങ്ങളൊരു 5 വർഷം മുമ്പ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ 5 വർഷം വേണ്ട, ഒരു 2.5 വർഷം മുമ്പ് ചെയ്ത എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതും പോട്ടെ. 1 വർഷം മുമ്പ്, 6 മാസം മുമ്പ്, പോട്ടെ ഒരു 2-2.5 മാസം മുമ്പ് ചെയ്ത എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കാണില്ല, ഓർമ്മ കാണില്ല. എനിക്കിതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ലൈഫ് നിങ്ങളുടേതാണ്, ഏജ് നിങ്ങളുടേതാണ്, ഈ പോകുന്ന സമയവും നിങ്ങളുടേതാണ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ചെയ്യാതിരുന്നിട്ട് എനിക്ക് എന്താണ് നഷ്ടം വരിക എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. കാര്യം നിങ്ങളെ കളിയാക്കിയവരൊക്കെ 10 വർഷം കഴിയുമ്പം ചിലപ്പോൾ അവരെങ്ങനെയും രക്ഷപ്പെട്ടു പോകും. നിങ്ങളോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ടിരിക്കുക. ഈ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന മണ്ടത്തരമായിരിക്കാം ചിലപ്പം, അതൊന്നും ഒരു 10 വർഷം കഴിയുമ്പോൾ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അപ്പം അതിനെന്ത് മണ്ടത്തരമാവട്ടെ അല്ലെങ്കിൽ ഇനി എന്ത് നല്ല കാര്യമാവട്ടെ, എന്താണോ ചെയ്യാൻ ആഗ്രഹം അത് ചെയ്ത് ജീവിക്കുക.